ഉദ്ദേശിക്കാം. ഈശോ നൽകുന്ന വചനത്തിന്റെ അനുഗ്രഹവചനമാണ്. തന്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കുന്നവൻ നമുക്ക് ഇന്നലെ പറഞ്ഞായിരുന്നു. അവന്റെ അതായത് അബ്രാഹത്തിന് കൊടുത്ത വാഗ്ദാനം അനുസരിച്ചാണ് നമുക്ക് എല്ലാവർക്കും കണ്ടിന്യൂ ചെയ്ത് ഇന്ന് വരെ കിട്ടിയിരിക്കുന്നത്. പരിശുദ്ധ അമ്മയ്ക്ക് പോലും ഈ വാഗ്ദാനം അനുസരിച്ച് തന്നെയാണ് ദൈവം പ്രവർത്തിച്ചത്. അപ്പൊ ഈ വാഗ്ദാനം സ്വീകരിക്കുക എന്നുള്ളത് ഓരോരുത്തരുടെയും അധ്വാനമാണ്. ഈ അവന്റെ സന്തതികളോട്, അതായത് വചനം പറയുന്നുണ്ട്, ഒരു കുഞ്ഞു പോലും ഇല്ലാതിരിക്കുന്ന സമയത്ത് ഈ കടൽ തീരത്തെ പൂഴി എണ്ണാൻ സാധിക്കുമോ? അത്രമാത്രം കുഞ്ഞുങ്ങള്, മക്കള്, സന്തതികൾ ഉണ്ടാകുമെന്ന് ദൈവം പറയാണ്. ഒരു പ്രായാധിക്യത്തില് ആയിരിക്കുന്ന ഒരു വ്യക്തിയാണ്, കുഞ്ഞുങ്ങളൊന്നുമില്ല. ആ സമയത്ത് ദൈവം പറയുന്ന വചനം ഹൃദയപൂർവ്വം വിശ്വസിക്കുന്നു. അവിടെ ആ വാഗ്ദാനം നിറവേറപ്പെടുവാൻ വേണ്ടി ജീവിത പരീക്ഷണങ്ങള് എല്ലാം ഉണ്ടാകുന്നുണ്ട്. അവസാനം ദൈവത്തിന്റെ കൃപയില് അത് നടപ്പാകുന്നുണ്ട്. അപ്പോ അബ്രഹത്തിന്റെ ജീവിതത്തിനോട് കൊടുത്ത വാഗ്ദാനമാണ് എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് നമ്മളുടെ ജീവിതത്തിലും ദൈവം അനുഗ്രഹങ്ങൾ ചൊരിയുന്നുണ്ട്. ഈ വാഗ്ദാനത്തിലേക്ക് നമ്മൾ അധ്വാനിച്ച്, അതായത് ഇപ്പൊ നമുക്ക് മക്കളുണ്ട്, നമ്മൾ വല്ല വിശ്വാസത്തിൽ ജീവിക്കുന്നു, നമുക്ക് ജീവിത സൗകര്യങ്ങളുണ്ട്. പക്ഷേ ദൈവത്തെക്കുറിച്ചുള്ള അജ്ഞത നമ്മുടെ ദൈവാനുഗ്രഹത്തെ എന്താണ് നഷ്ടപ്പെടുത്തുവാനും ദുർബലപ്പെടുത്തുവാനും, അല്ലെങ്കിൽ നമുക്കറിയാം നമ്മളുടെ ഈ തലമുറ കഴിഞ്ഞ അടുത്ത തലമുറ എത്രത്തോളം ദൈവകൃപ സ്വീകരിക്കുമെന്ന് നമുക്കറിയാവോ? അറിയാമോ? അറിയില്ല. ഒരു ഉറപ്പുമില്ല അല്ലെ? അടുത്ത തലമുറ എങ്ങനെയാണ് ഈ വിശ്വാസ വെളിച്ചം നിലനിർത്തുന്നത്? അപ്പൊ ഈ തലമുറയില് കുറച്ച് വിശ്വാസികളുണ്ട്. അടുത്ത തലമുറയിലേക്ക് അത് പകരുന്നില്ലെങ്കിൽ നമ്മളുടെ അധ്വാനം വ്യർത്ഥവുമാവും അല്ലെ? നമ്മൾ മാത്രം രക്ഷപ്പെടുന്നതിൽ അർത്ഥമില്ലല്ലോ. എല്ലാ മനുഷ്യരുടെയും ജീവിതങ്ങളിൽ ദൈവം പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പൊ ഇന്ന് ജനിക്കുന്ന കുഞ്ഞില് പോലും ദൈവാത്മാവ് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ ജീവിതത്തിൽ അവര് സ്വന്തമായ ഒരു അധ്വാനം, ഇപ്പൊ ഞാൻ എൻ്റെ ജീവിതത്തില് ദൈവത്തെക്കുറിച്ച് എനിക്ക് ആരും പ്രത്യേകിച്ച് എൻ്റെ ഹൃദയത്തിൽ പതിക്കുന്ന തരത്തില് ഒരു ആത്മീയ അനുഭവം ഒന്നും എനിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എൻ്റെ ഒരു ജീവിത സാഹചര്യത്തിന്റെ നിസ്സഹായതയിൽ, അല്ലെങ്കിൽ ഒരു ദാരിദ്ര്യ അനുഭവങ്ങളില്, ഒറ്റപ്പെടലുകളിൽ എല്ലാം ഞാൻ ഒറ്റക്ക് അധ്വാനിക്കാനായിട്ട് ദൈവം അവസരം തന്നു. ഇതുപോലെ തന്നെ എല്ലാവർക്കും ഒരു ഏകാന്തതയുടെ, അല്ലെങ്കിൽ ഒറ്റക്ക് നിന്ന് അധ്വാനിക്കാനുള്ള ഒരു ആരോഗ്യം എല്ലാ മനുഷ്യർക്കും ലഭിക്കുന്നുണ്ട്. എല്ലാ മനുഷ്യർക്കും, അതായത് ഈ ലോകത്ത് ജീവിച്ച് ദൈവസന്നിധിയിൽ ഇടം കണ്ടെത്തിയ എല്ലാ വിശുദ്ധരും ഈ ഒരു വാഗ്ദാനത്തിന് അർഹരാകുക, അല്ലെങ്കിൽ ആ അവകാശം നിലനിർത്തുവാനായിട്ട് അവര് അപ്പനമ്മ അധ്വാനിച്ചതല്ല, അവരവർ തന്നെ അധ്വാനിച്ചു. അവരുടെ സ്നേഹിതന്മാർ അധ്വാനിച്ചതല്ല, അവരുടെ സുഹൃത്തുക്കൾ അധ്വാനിച്ചതല്ല, അവരവരുടെ അധ്വാനം കൊണ്ടാണ് എന്താ ചെയ്തത്? വെളിപ്പാട് പുസ്തകത്തിൽ എന്താ പറയുന്നത്? അവസാനം നമ്മള് വചനക്കോട്ടിൽ അവസാനം പറയണെന്നുണ്ടല്ലോ, എന്താ പറയണത്? കുഞ്ഞാടിന്റെ രക്തം കൊണ്ടും സാക്ഷ്യത്തിന്റെ വചനം കൊണ്ടും. അതിലൊരു വാക്കും കൂടി ഉണ്ട്, സ്വന്തം സാക്ഷ്യത്തിന്റെ വചനം കൊണ്ട്, അല്ലെ? നമ്മള് സ്വന്തം സാക്ഷ്യത്തിന്റെ വചനം, സ്വന്തം എന്ന് പറഞ്ഞാൽ അവനവന്റെ അധ്വാനം കൊണ്ടും എന്നതാണ്. അപ്പോ ഈ അധ്വാനം എല്ലാവർക്കും ബാധകമാണ്. എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യർക്കും. ഇന്ന് നമ്മള് പ്രാർത്ഥിക്കുന്നു എങ്കിൽ നമ്മളത് ദൈവം തന്ന ഒരു കൃപയിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നോണ്ടാ. പ്രാർത്ഥന എപ്പോഴൊക്കെ ദുർബലമാകുന്നോ അന്ന് അടി വീഴും. നമ്മള് കുടുംബങ്ങളില്, നമ്മുടെ വ്യക്തി ജീവിതങ്ങളില്, നമ്മുടെ കൂട്ടായ്മയില് പ്രാർത്ഥന എപ്പോഴൊക്കെ ദുർബലാവസ്ഥയിലേക്ക് പോകുന്നോ അതിന്റെ അടയാളം കാണാൻ പറ്റാറില്ലേ? ഭയങ്കരമായൊരു തളർച്ച, അല്ലെങ്കിൽ അതുകൊണ്ടാണ് മോശ മലമുകളില് കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചപ്പോ ഇസ്രായേൽ ജനം നല്ല വിജയം വരിക്കുകയും ചെയ്തു. പക്ഷെ കൈ തളർന്ന് പോരുമ്പോ താഴേക്ക് കൈ താഴുമ്പോഴേക്ക് അതനുസരിച്ച് സംഭവിക്കുന്നത് ഇസ്രായേൽ ജനം തോറ്റ് മരണപ്പെടുകയായിരുന്നു.
അപ്പൊ എന്ത് ചെയ്തു? രണ്ടുപേര് അപ്പുറത്തിപ്പുറത്ത് നിന്ന് മോശനെ അവിടെ ഇരുത്തി. ഈ കൈകൾക്ക് വലിയ ഒരു പ്രാധാന്യമുണ്ട് അല്ലെ? നമ്മൾക്ക് സറണ്ടറാണ് അല്ലെ? അതെ. ദൈവസന്നിധിയിൽ സറണ്ടറാണ് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുക എന്നുള്ളത്. അതിപ്പോ പോലീസ് ഉദ്യോഗസ്ഥരെ പോലെ അറസ്റ്റ് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയല്ലേ സറണ്ടർ ആവണത്. അപ്പൊ ദൈവസന്നിധിയിൽ ആത്മാവും ശരീരവും സറണ്ടർ ആവുമ്പോഴാണ് നമ്മളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ദൈവം എടുക്കാൻ ഫാസ്റ്റിങ്, അതായത് ഫാസ്റ്റ് ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ വാഗ്ദാനം നമ്മൾ വെറുതെ ഒന്നും അനുഗ്രഹപ്രദമായി നമുക്ക് നിലനിർത്താൻ പറ്റില്ല. നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ സറണ്ടർ ആവണം. അപ്പൊ നമുക്ക് അടുത്ത തലമുറകൾ ഈ ഒരു വിശ്വാസ തലത്തിലേക്ക് വരണം അല്ല? എല്ലാവരും സറണ്ടർ ആണ്. എല്ലാ മുട്ടും മടങ്ങും എന്ന് പറഞ്ഞേക്കുന്നത്. എല്ലാ മുട്ടും മടങ്ങും എന്ന് പറഞ്ഞാൽ എല്ലാവരും ദൈവസന്നിധിയിൽ സറണ്ടർ ആവണം, അടിയറ വെക്കണം. അവന്റെ ബുദ്ധി, കഴിവ്, സമ്പത്ത്, അറിവ് എല്ലാം ഒന്നുമല്ല, വെറും ഫലശൂന്യമാണെന്നുള്ള ഒരു തിരിച്ചറിവ് അവനവൻ തന്നെ തിരിച്ചറിയുന്നതാണ് ദൈവസന്നിധിയിൽ ഈ വാഗ്ദാനങ്ങളെ അനുഭവിക്കുവാൻ, അല്ലെങ്കിൽ ദൈവം തരുന്ന നിത്യഭവനത്തിന്റെ അനുഗ്രഹങ്ങൾ എത്ര വലുതാണെന്ന് അറിയുവാൻ നമുക്ക് സാധിക്കുന്നത്. ആ ഒരു തിരിച്ചറിവില് എല്ലാ മനുഷ്യരെയും ഈശോയെ ഇന്ന് അറിവില്, ബുദ്ധിയില്, കഴിവില്, പഠനങ്ങളില്, പല പല മേഖലകളിലും നല്ല ടാലന്റോടുകൂടെ ജീവിതം മുന്നോട്ട് നയിക്കുന്നുണ്ട്. ഒരുപാട് മനുഷ്യര് സമ്പാദിച്ചു കൂട്ടുന്നുണ്ട്. എന്തിനു വേണ്ടി സമ്പാദിക്കുന്നു? അവനവന്റെ ഒരുപാട് മനുഷ്യര്, സമ്പത്തുള്ളവൻ സമ്പത്തില്ലാത്തവനും സമ്പാദിച്ചു കൂട്ടുന്നത് എന്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയാണെന്ന് അറിയില്ല. ഇപ്പൊ നമുക്ക് നമ്മളുടെ ആത്മാവിനോട് ഇത്തിരിയെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ നമ്മള് അതനുസരിച്ച് നമ്മളുടെ ജീവിത മേഖലകളെ ഇന്ന് നമ്മൾ ക്രമീകരിക്കും. ഇന്ന് ആർക്കും ശരിക്കും പറഞ്ഞ സ്വന്തം ആത്മാവിനോട് ഇഷ്ടമില്ല എന്ന്, താല്പര്യമില്ല എന്ന്, അവനവന്റെ ആത്മാവാണ് അവനവന്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നുമില്ല അല്ലെ? ആർക്കെങ്കിലും അങ്ങനത്തെ ഒരു ബോധ്യത്തില് നിൽക്കാൻ പറ്റുന്നുണ്ട്? എല്ലാവരും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുകയാണ്. പക്ഷെ ഈ ആത്മാവ് നാശത്തിലേക്കാണ് പോകുന്നതെന്ന്, ദൈവത്തിന്റെ വാഗ്ദാനം നമ്മൾ നഷ്ടപ്പെടുത്തി കളയുന്നു എന്നുള്ളതും ആരും ശ്രദ്ധിക്കുന്നില്ല. അവസാനം ഒരു പിടിവലി വരുമ്പോഴാണ് അയ്യോ അറിയില്ലായിരുന്നു എന്ന് പറയാം. അറിയില്ലായിരുന്നു എന്ന് പറയാനും പറ്റില്ല. നല്ല ബോധപൂർവം തന്നെയാണ് തെറ്റ് ചെയ്യുന്നത് അല്ലെ? നല്ല ബോധപൂർവം തന്നെയാണ്, മനഃപൂർവ്വം തന്നെയാണ് തെറ്റ് ചെയ്യണത്. അതിലൊരു എന്താണ് ഒരു ഒരു വ്യത്യാസമില്ല. ബോധപൂർവം ചെയ്യുന്ന തെറ്റുകളെ ദൈവം എങ്ങനെയാണ് അതിനെ അതിജീവിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് മനുഷ്യന് സാധിക്കില്ല. ബോധപൂർവം ചെയ്യുന്ന ഒരു തെറ്റുകളെയും അതിജീവിക്കുവാൻ നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ വാഗ്ദാനം നിരസിക്കുന്ന ഓരോ മക്കൾ, ഓരോ വിശ്വാസികൾ, ഓരോ വ്യക്തികൾ, ഓരോ ആത്മാക്കളുടെ മേല് ദൈവകരുണ ഉണ്ടാകുവാനുള്ള അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മറിയത്തിന്റെ സ്തോത്രഗീതം വായിക്കും. മേരി ഫിലിപ്പ് വായിക്കട്ടോ. വായിക്കാം. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 46 മുതൽ 55 വരെയുള്ള തിരുവചനങ്ങൾ. മറിയത്തിന്റെ സ്തോത്രഗീതം. മറിയം പറഞ്ഞു, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവന്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ. ദൈവവചനമാണ് നാം കേട്ടത്. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്ക് സ്തുതി. സ്തുതി. നമുക്ക് ദൈവത്തിന്റെ ആ വലിയ കൃപ, അതായത് പരിശുദ്ധമ്മ പറയാണ്, എളിയവരെ ഉയർത്തി. എളിമ എന്ന് പറഞ്ഞാല് നമ്മളുടെ
ജീവിതയാത്രകളിൽ മുഴുവനും ഈ എളിമപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഉദ്ദേശിക്കുന്ന രീതിയിലല്ല എന്ന് എപ്പോഴെപ്പോഴും പറയുന്നതിന്റെ കാര്യം, നമ്മളിപ്പോ ദൈവസന്നിധിയിൽ എളിമപ്പെട്ട് ജീവിക്കുകയാണ്. പക്ഷെ ദൈവം പറയും, ഞാൻ എൻ്റെ സ്വന്തം അനുഭവത്തിൽ കൂടി ഒരു ദിവസം ഞാനിങ്ങനെ 3 മണി സമയത്ത് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു. പക്ഷെ ഈശോയ്ക്ക് നമ്മുടെ ഹൃദയങ്ങളെ വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് നമ്മളെ തിരുത്തുന്നത്. ശിക്ഷണം നൽകുന്നത് എപ്പോഴും നല്ലതാണ്, അല്ലെ? നമ്മൾ കുറ്റപ്പെടുത്തുന്നത് എപ്പോഴും നമ്മൾ ആരും കുറ്റപ്പെടുത്തുന്നില്ലെങ്കിൽ നമ്മള് വിശുദ്ധന്മാരാന്ന് വിചാരിക്കും, അല്ലെ? വിചാരിക്കില്ലേ? കേക്കാമോ? അതെ. അതായത് നമ്മളെ ആരും കുറ്റപ്പെടുത്തുന്നില്ല, നമ്മള് ഭയങ്കര വിശുദ്ധന്മാരാണെന്ന് സ്വയം അങ്ങോട്ട് ലേബൽ ഒട്ടിച്ച് നമ്മള് കിരീടം ധരിച്ച് നടക്കും, അല്ലേ? അപ്പൊ നമ്മളെ ആരെങ്കിലും കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എളിമപ്പെടാനുള്ള ഒരു അവസരം ദൈവം അവിടെ തരിക, അല്ലെ? അഹങ്കരിക്കാതിരിക്കാനും അഹംഭാവത്തില് നമുക്ക് ബലം പ്രാപിക്കാതിരിക്കാനൊക്കെ പലപ്പോഴും, അതായത് എന്ത് നല്ല കാര്യം ചെയ്യുമ്പോഴും ഭയങ്കര ആങ്സൈറ്റിയാണ്. അവര് നല്ലതെന്ന് പറയും, അവര് അത് സ്വീകരിക്കും, ഇതാന്ന് ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ ചെയ്തു കൊടുക്കുകയും, പക്ഷെ അവര് മൈൻഡേ ചെയ്യില്ല, അത് അവർ ശ്രദ്ധിക്കില്ല. അവർ സ്വീകരിക്കും, പക്ഷെ അത് അവര് എത്ര വിലയൊന്നും കൊടുക്കും. നമ്മളാണെങ്കിൽ അത് ഭയങ്കര തലയിൽ വെച്ച് ഭയങ്കര സംഭവമായിട്ട് നമ്മള് ചെന്നതായിരിക്കും. എനിക്ക് അങ്ങനെ ഒത്തിരി അനുഭവം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഏറ്റവും നല്ലതായിട്ട്, ഏറ്റവും സ്നേഹത്തോടും ഏറ്റവും ആത്മാർത്ഥതയോടുകൂടെ ഏറ്റവും വിശ്വസ്തയോടുകൂടെയൊക്കെ നമ്മൾ അധ്വാനിച്ച് ചെല്ലുന്നതായിരിക്കും. പക്ഷെ പുല്ല് വില പോലും കൽപ്പിക്കാതെ തിരിച്ചു വിട്ടിട്ടുണ്ട്. അവരത് സ്വീകരിക്കും, പക്ഷെ അതിന് നമ്മൾ കൊടുത്ത നമ്മുടെ ഹൃദയത്തിലുള്ള ചിന്തയോട്, വികാരത്തോട് യാതൊരു ബന്ധവും ഇല്ലാത്തവർ അത് അവരെ സ്വീകരിക്കും, റെസ്പോണ്ടും ചെയ്യില്ല. അപ്പൊ ഞാൻ ഓർക്കും, നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും സ്നേഹത്തോടു കൂടെ ഇത്രയും ആത്മാർത്ഥതയോടുകൂടെ അവരുടെ മുമ്പില് അവർക്കൊരു ആവശ്യവുമില്ല നമ്മുടെ ഇത് അതായത് അവർക്കൊരു യോഗ്യത ഇല്ലെങ്കിൽ പോലും നമ്മളെ അതിനു വേണ്ടി ദൈവം ഉപയോഗിച്ചിട്ട് അവസാനം നമ്മൾ വെറും ചണ്ടികളാക്കി കളയും, അല്ലെങ്കിൽ നമ്മൾ വെറും നിസ്സാരമാക്കി മാറ്റിക്കളയും. അപ്പൊ നമ്മള് എന്താണ്, ഇവർക്കൊക്കെ ഒന്നും ചെയ്തു കൊടുത്തിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ ഇവരൊക്കെ എന്ത് മനുഷ്യരാണ്, ഒരു മനസാക്ഷി ഇല്ലല്ലോ, ഇത്രയും ഇതൊക്കെ നമ്മൾ ചെയ്തു, അല്ലെങ്കിൽ ഇത്രയും പറഞ്ഞു കൊടുത്തു, ഇത്രയും കരുതി, ഇത്രയും സ്നേഹിച്ചു, ഇത്രയും സംരക്ഷിച്ചു, എന്നിട്ട് ഇവര് അപ്പൊ നമ്മൾ ഭയങ്കര ദൈവകൃപയിലാണെന്നുള്ള രീതിയിലാണ് നമ്മളെല്ലാം ജീവിക്കുന്നത്, ചരിക്കുന്നത്, പ്രവർത്തിക്കുന്നത്, സംസാരിക്കുന്നത്. പക്ഷെ ഇവിടെ എല്ലാം നമ്മുടെ എല്ലാ പ്രവൃത്തിയും ദൈവം കാണുന്നുണ്ടെങ്കിലും അതനുസരിച്ചുള്ള ഒരു റെസ്പോൺസ് ഭൂമിയിൽ നിന്ന് കിട്ടുക എന്ന് പറഞ്ഞാല് അത് നമ്മൾ ആഗ്രഹിക്കുന്നത് തന്നെ നമ്മുടെ ഒരു പ്രവർത്തിക്കുന്നു എന്നുള്ളതാ. ഒരുപാട് അനുഭവങ്ങൾ നമ്മളിപ്പോ നമ്മളൊരു ചെറിയ ഒരു ഭക്ഷണം കൊടുത്താല്, അല്ലെങ്കിൽ ഒരു പ്രവൃത്തി ചെയ്താല്, ആത്മീയ അധ്വാനം ചെയ്താല്, ഭൗതിക അധ്വാനം ചെയ്താല്, ഇതിന്റെ പുറകിൽ നിന്നും നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഒരു വാക്ക്, അല്ലെങ്കിൽ നമ്മൾക്ക് നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങള്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പില് അങ്ങനെ ഒത്തിരി, അതായത് നമുക്ക് അഭിമാനിക്കാനുള്ള വകുപ്പ് നമുക്ക് കയ്യിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നമ്മൾ അധ്വാനിച്ചിട്ട് തന്നെ, വെറുതെ ഒന്നുമല്ല. പക്ഷെ അത് ഒന്നുമല്ലാത്ത അവസ്ഥയിലേക്ക് തള്ളപ്പെടുമ്പോ ഇവിടെ എല്ലാം എന്താ സംഭവിക്കണത്? നമ്മളെ ദൈവകൃപയോട് ചേർത്ത് വെക്കുകയും നമ്മളെ എളിമപ്പെടുത്തുകയാണ് ചെയ്യുന്നത്, അല്ലേ? നമ്മളെ എളിമപ്പെടുത്തുകയാണ്, നമ്മളെ ദൈവഹിതപ്രകാരം എളിമപ്പെടുത്തുകയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇത് എനിക്ക് കുറേ അനുഭവങ്ങള് ഉണ്ടായിരുന്നു, കുറേ അനുഭവങ്ങൾ, കുറേന്ന് വെച്ചാൽ ഒരുവിധ എന്റെ ജീവിത സാഹചര്യത്തിൽ ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈശോയോട് തല്ലുകൂടാറുണ്ട്. അപ്പൊ പിന്നെ എനിക്ക് മനസ്സിലാകും, എന്താണ്, മാതാവിനെ ഒന്ന് ഓർക്കുമ്പോൾ, മറിയത്തെ ഒന്ന് ഓർക്കുമ്പോഴാണ് നമുക്കൊരു സമാധാനം കിട്ടണത്. മാതാവിനെ ഒന്ന് ഓർക്കുമ്പോ, ഇത്രയും ഗ്രേസ്ഫുൾ ആയിട്ടുള്ള ഒരു മറിയം
കുരിശിന്റെ ചുവട്ടിൽ നിന്നത്. മറിയം ഈശോയെ സ്വീകരിച്ച അന്ന് മുതൽ, ഈശോ നഷ്ടപ്പെട്ട അന്ന് മുതൽ വരെയുള്ള ജീവിത സാഹചര്യങ്ങളെ ഓർത്തു നോക്കുമ്പോൾ ഈ ലോകത്ത് ഇതിനേക്കാൾ കൂടുതൽ ഒന്നും എളിമപ്പെടാൻ ഒരു ആത്മാവിന് സാധിക്കില്ല. അതായത് ഭൂമിയിൽ ജനിച്ച ഒരു വ്യക്തിക്ക്, ഒരു ആത്മാവിന്, ഒരു ജീവിതത്തിന് സാധിക്കില്ല. അത്രമാത്രം മറിയം ഈ ലോകത്തിന്റെ മുമ്പിൽ എളിമയോടുകൂടെയാണ് ജീവിച്ചത്. എല്ലാത്തിനും അവകാശമാണ്, എല്ലാത്തിനും അധികാരമുണ്ട് മറിയത്തിന്. അല്ല, ഇപ്പൊ നമ്മളിപ്പോ അമ്മമാരാണെങ്കിൽ നമുക്ക് വീട്ടിലെ കാര്യങ്ങൾക്ക്, മക്കളുടെ കാര്യങ്ങൾക്ക്, ഭർത്താവിന്റെ കാര്യങ്ങൾക്കൊക്കെ ഒരു പ്രത്യേകമായ അധികാരവും അവകാശവും ഒക്കെ ഉണ്ട്, അല്ലെ? നമ്മളിപ്പോ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ നമ്മളുടെ സ്റ്റാൻഡ് വെച്ച്, നമ്മുടെ സ്വാധീനം വെച്ച് നമുക്ക് അവിടെയും ഒരു അധികാരമൊക്കെ ഉണ്ട്. പക്ഷെ അവിടെയൊക്കെ നമ്മളെ എന്താണ്, ഒന്നും അല്ലാതാക്കി കളയുന്നതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ഇഷ്ടപ്പെട്ട ഒരു മോൾഡിങ് നമ്മളുടെ ജീവിതത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? അപ്പോ ഇങ്ങനെ നടത്തുമ്പോ ചിലപ്പോ നമുക്കത് മനസ്സിലാകണമെന്നില്ല. ഭാവിയിൽ അത് മനസ്സിലാക്കി തരാൻ ദൈവം തന്നെ നമ്മുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കും. അതുവരെ നമ്മള് ഇങ്ങനെ വെള്ളത്തിൽ നിന്ന് പുറത്തെടുത്തിട്ട, കരയിലെടുത്തിട്ട മീനെ പോലെ കിടന്ന് നമ്മൾ വെപ്രാളപ്പെടും. പക്ഷെ എന്ത് സംഭവിക്കും? അതൊരു അനുഗ്രഹമാക്കി ദൈവം മാറ്റും. ഈ എന്താണ്, ഒരു അരുവിയില് ഇങ്ങനെ, അത് വീഡിയോ കാണിച്ചതാണ്. ഇങ്ങനെ വലിയൊരു മീൻ എന്ന് വെച്ചാൽ വലിയ നല്ല വലിപ്പമുള്ളൊരു മീനാണ്. അപ്പൊ അവിടെ ഒരു പട്ടിക്കുട്ടിയോ വന്നിട്ട് ഈ മീൻ ഇങ്ങനെ പിടക്കുകയാണ്. പിടക്കുമ്പോ പട്ടിക്ക് വേണമെങ്കിൽ ഈ മീനൊക്കെ അടിച്ചെടുക്കാം, പക്ഷെ പട്ടി ആ വെള്ളത്തിലോട്ട് തന്നെ തള്ളിയിടുന്നുണ്ട്. അപ്പോ അതുപോലെ ഒരു കൊക്ക്, ഞാൻ എന്തിങ്ങനെ പറഞ്ഞു വെച്ചാല്, എനിക്ക് അതായത് മനുഷ്യബുദ്ധിക്ക് അതീതമാണ് മൃഗങ്ങളുടെ സ്നേഹം എന്ന് പോലും തോന്നിയിട്ടുണ്ട്. പക്ഷെ മനുഷ്യനാണെങ്കിൽ അത് വേഗം വെട്ടി കറിവാക്കി ശാപ്പിടും. പക്ഷെ ഈ മൃഗങ്ങൾക്ക് ദൈവം അവരുടെ ഭക്ഷണമാണത്, അല്ലെ? ദൈവം അവർക്ക് ഭക്ഷിക്കാൻ, അവരുടെ നിലനിൽപ്പിനും കൊടുത്തിരിക്കുന്നതാ. പക്ഷെ അവരോട് പോലും ഒരു അനുകമ്പയും കരുണയും ഉണ്ട്. പക്ഷെ മനുഷ്യർക്ക് അതില്ല. മനുഷ്യർക്ക് അതിന്റെ കാര്യത്തിൽ ഭയങ്കര ദുർബലത. അപ്പൊ ദൈവം ചില ജീവിതങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ, ചില സമയങ്ങളിൽ, ചില ജീവിത സാഹചര്യങ്ങളിലൊക്കെ ദൈവത്തിന് ഉപയോഗിക്കാൻ പറ്റുന്നതാണോ എന്നുള്ള രീതിയിൽ ദൈവം നോക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ദൈവം തന്റെ പ്രവൃത്തി തുടങ്ങും. എന്ത് ചെയ്യും? ദൈവത്തിന്റെ പരിപാടി, ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ നമ്മളെ അങ്ങോട്ട് ഉരുക്കി വാർക്കാൻ ഉലയിലേക്ക് അങ്ങോട്ട് എറിയുമ്പോ നമ്മൾ എന്ത് ചെയ്യും? അയ്യോ, നമ്മൾ ഭയങ്കര വിഷമമായിരിക്കും. ദൈവത്തെ സ്നേഹിച്ചിട്ട് നമുക്ക് ഭയങ്കര സങ്കടങ്ങളും വേദനകളും, നമ്മളെ അറിയാൻ ആരുമില്ലല്ലോ, സ്നേഹിക്കാൻ ആരുമില്ലല്ലോ എന്നുള്ള ഒരു ഭയങ്കരമായ ഹൃദയ വേദന എന്ന് പറഞ്ഞ നമ്മളെ മനസ്സിലാക്കുന്നില്ലല്ലോ, ഒരു തരത്തിലും മനസ്സിലാക്കുന്നില്ല. ഞാനിങ്ങനെ ഇടയ്ക്കൊക്കെ ഓർക്കാറുണ്ട്, എത്ര ശ്രമിച്ചിട്ടും മനസ്സിലാക്കുന്നില്ല, നമ്മളെ ഒരു തരത്തിലും മനസ്സിലാക്കുന്നില്ല. അപ്പൊ ഞാൻ ഇവരെയും ദൈവം തന്നെയല്ലേ നയിക്കുന്നത്, ദൈവം തന്നെയല്ലേ ക്രമീകരിക്കുന്നത്. അപ്പൊ ഞാനിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഈശോയോട് പറയും, മനഃപൂർവ്വമാണ് അതൊക്കെ സംഭവിക്കുന്നതെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായിട്ടുണ്ട്. അവർക്ക് സ്നേഹക്കുറവുണ്ടായിട്ടൊന്നും അല്ല, പക്ഷെ ദൈവം നമ്മളെ ഉപയോഗിക്കുമ്പോ ഇങ്ങനെയൊക്കെ, ഇതാണ് ഇതിന്റെ സിസ്റ്റം. ദൈവത്തിന്റെ സിസ്റ്റം ഇതാണ്. അപ്പോ നമ്മൾ എന്ത് തെറ്റ് ചെയ്തിട്ട് ഇത്രയും കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുത്തിട്ടും നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം വരുമ്പോ നമ്മൾ ദൈവത്തോട് തന്നെയാണ് പരാതി പറയണത്. ദൈവം എന്താ ഇതിങ്ങനെ, എന്താ അതെ, ഒരു തരത്തിലും അവർക്ക് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഉൾക്കൊള്ളാനോ, പക്ഷെ നമ്മൾ ചെയ്യുന്ന കാര്യം, ഇപ്പൊ നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി അവർ സുഖമായിട്ട് അങ്ങോട്ട് കഴിക്കും, അതങ്ങോട്ട് തീർത്തും വെക്കും. എന്നിട്ട് അവസാനം പറയണ എന്തായിരിക്കും? ഉപ്പുണ്ടായില്ല, പുളി ഉണ്ടായില്ല, എന്തോ ഒരു കുറവൊക്കെ ഉണ്ടായിരുന്നു, പുകച്ചവ ഉണ്ടായിരുന്നു, അങ്ങനെ വെറുതെയെങ്കിലും പറയിപ്പിക്കും. നമ്മള് ഭയങ്കര കാര്യമായിട്ട് ഏറ്റവും നല്ല രീതിയിൽ ചെയ്ത് വെച്ച് കൊടുത്തതായിരിക്കും, പക്ഷെ അത് അങ്ങനെ. അപ്പൊ അങ്ങനെ ഓരോ കാര്യങ്ങൾ, ഇപ്പൊ ജോലി മേഖലയിലാണെങ്കിൽ നമ്മുടെ വീട്ടിലെ അധ്വാനം എന്ന് വെച്ചാൽ നമ്മൾ ജോലിക്ക് പോയാലും ഇല്ലെങ്കിലും സ്ത്രീകൾക്ക്, ഒരമ്മമാർക്ക് എന്നും പണിയാണ്. അപ്പോ എല്ലാ പണികളും, നമുക്ക് റെസ്റ്റും ഇല്ല, നമുക്ക് സാലറിയും ഇല്ല.
നമുക്ക് നല്ല പേരുമില്ല, നമുക്ക് എല്ലാത്തിലും അടിയിടിയും തൊഴിയും മാത്രമേ ഉള്ളൂ. പക്ഷെ എന്താണ് അവിടെ എല്ലാം ആ വ്യക്തിയിൽ കൂടിയാണ് ആ കുടുംബത്തെ സഹായിക്കാൻ ദൈവം തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തിലാണ് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ഇത് എന്ത് ചെയ്യണം, നമ്മളത് അല്ല, അനുഭവിച്ചല്ലേ അവരിലൂടെ പറ്റൂ. നമ്മൾ ദൈവത്തെ ഒന്നുകൂടി അറിഞ്ഞ് വിശുദ്ധീകരണത്തിലേക്ക് ദൈവം നമ്മളെ കടത്തും. അതാ നമ്മൾ ആദ്യം നമ്മളെ എളിമപ്പെടുത്താതെ നമ്മളെ ദൈവത്തിന് ഉപയോഗിക്കുന്ന ഒരു വസ്തുവായി അല്ലെങ്കിൽ ഒരു ജീവിതമായി മാറ്റാൻ പറ്റില്ല. അപ്പൊ നമ്മൾ അതെ. അതാ നീ വിശ്വസിച്ചാൽ, അപ്പൊ നമ്മൾ വിശ്വസിക്കുന്ന അനുസരിച്ച് എന്തുണ്ടാവും? ആ, സഹനങ്ങൾ പരീക്ഷണങ്ങൾ ഉണ്ടാവും അല്ലെ? അതെ ആ അതെ നമ്മള് വിശ്വസിക്കാൻ തുടങ്ങിയ അന്ന് മുതൽ, അതായത് ആദ്യമൊക്കെ നമ്മളിങ്ങനെ കൊഞ്ചിച്ചും പുന്നാരിച്ചൊക്കെ കർത്താവ് കൊണ്ടുനടക്കും, ഇവള് അതെ ഉപകാരപ്പെടുമോ എന്നുള്ള രീതിയിൽ ദൈവം നമ്മളെ സൂക്ഷിച്ചു നോക്കും. പക്ഷെ കുറച്ച് കളയുമ്പോ ഇവൾ കൊള്ളാം അല്ലെങ്കിൽ ഇവൻ കൊള്ളാം, അന്ന് ഇവനെ അതെ. നമുക്ക് ഇവള് ഉലയിലേക്കിടാം. സഹിക്കും ഇവള് സഹിക്കും എന്നുള്ള ഉറപ്പ് ആ കിട്ടിക്കഴിഞ്ഞാ പിന്നെ അവള് വന്നോളൂ. അതെ. സഹിക്കുമെന്നുള്ള, അതായത് ഒരു 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 സഹനം ഇട്ടുകൊടുക്കും. അപ്പൊ ആദ്യമൊക്കെ വിഷമിക്കുമെങ്കിലും അത് എങ്ങനെയെങ്കിലും ഒക്കെ അതിജീവിക്കാനായിട്ട് ആ, ആ, ഒരു പ്രവൃത്തി അല്ലെങ്കിൽ പ്രാർത്ഥന അല്ലെങ്കിൽ പരിത്യാഗം വഴി അല്ലെങ്കിൽ അതെ സമർപ്പണ ജീവിതം അല്ലെ നമ്മളുടെ കുടുംബജീവിതം, അത് അതെ എന്തായാലും സഹിക്കുക. പക്ഷെ ഇനിയുള്ള ജനറേഷൻ അതിനൊന്നും നിൽക്കൂല, അടുത്ത വെയിലിലേക്ക് ചാടും അല്ലെ? അപ്പൊ നമ്മളുടെ അതെ. ഈ കയ്യിലിരിക്കുന്ന ഈ സമ്പത്ത് ഈ കാലഘട്ടം പറഞ്ഞു കൊടുക്കണെന്ന് അതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയണത്. അതെ ഇപ്പൊ വെർജിൻ ആയിരിക്കണം എന്ന് പോലും ആഗ്രഹമില്ല. അതെ ഈ ഇപ്പൊ കല്യാണം കഴിക്കുന്ന മക്കള് പെൺപിള്ളേരായാലും ആൺപിള്ളേരായാലും വെർജിൻ ആയിരിക്കണമെന്ന് ഇപ്പൊ ഒരു ആള് മാത്രം പാടുള്ളൂ എന്നുള്ളത് പോലും കുഴപ്പമില്ല, അതെ കുഴപ്പമില്ല. കാലം അങ്ങനെ ആക്കി മൈൻഡ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതെ ഒക്കെ അതെന്താണ്? ലിവിങ് ടുഗദർ ആയി മാറി. ലിവിങ് ടുഗദർ ആയി മാറുമ്പോ എന്താണ് സംഭവം? അവിടെ എല്ലാം അവിടെ എല്ലാം അപകടത്തിന് കേറി ദൈവത്തിന്റെ വരാനുള്ള ക്രോധം വലിയ ദൈവത്തിന്റെ വലിയൊരു ക്രോധം ആ ദൈവത്തിന്റെ വലിയ ഒരു ക്രോധം വന്ന് അവിടെ വഴി, അതായത് ചെറിയൊരു ചിന്തയായിരിക്കും, പക്ഷെ ഈ ലോകം പറയും അതൊന്നും കുഴപ്പമില്ല, ഇതൊക്കെ എല്ലായിടത്തും നടക്കുന്നതല്ലേ. ഇപ്പൊ ലോകം മുഴുവൻ ഇപ്പൊ യൂറോപ്യൻ കൾച്ചറിലേക്ക് കേരളം പോലും വന്നു തുടങ്ങി. അപ്പോ അതെ അതെ എങ്ങനെയാണ് അല്ലെ ഒരു ഒരു അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എങ്ങനെയാണ് ദൈവത്തിന് നമ്മളുടെ ജീവിതത്തെ അനുഗ്രഹിക്കാൻ പറ്റുന്നുണ്ട്? ദൈവത്തിനെ കുറ്റം പറഞ്ഞു നടക്കും. ദൈവിക എന്താണ് ദൈവിക സ്വാധീനങ്ങളും ദൈവിക കാര്യങ്ങളെയൊക്കെ വളരെ വില കുറച്ചും, എന്താ കാര്യം? അവരുടെ ചിന്തയില് ലോകവും ലോകചിന്തയും മാത്രമാണ്. അപ്പൊ ദൈവിക കാര്യങ്ങൾ അവർക്ക് പുച്ഛമായി മാറും. ഇവിടെ എങ്ങനെ അതെ എളിമപ്പെടാൻ പറ്റണത്? ഇവിടെയൊന്നും അവർക്ക് ദൈവിക ആഗ്രഹിക്കുന്ന അനുഗ്രഹങ്ങള് രീതിയിൽ കിട്ടാതെ വരുമ്പോഴും ദൈവത്തിനെ കുറ്റം. പറയും. അപ്പം ഇത് നമ്മൾ മനസ്സിലാക്കണം, ദൈവം മനുഷ്യരുടെ ചിന്തകൾക്ക് കൂട്ടു നിൽക്കുന്നവനല്ല. അല്ല മനുഷ്യന് ദൈവിക ചിന്തകളോട് ചേർന്ന് നിൽക്കുമ്പോൾ ദൈവം വളരെ ഫാസ്റ്റായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉപകാരപ്രദമായ അനുഗ്രഹങ്ങളും അല്ലെങ്കിൽ അനുഭവങ്ങളും കൂടിയും ദൈവം നമ്മളെ സഹായിക്കും. പക്ഷെ ഈ പറയുന്ന ആളുകളെല്ലാവരും തിരിച്ചു വരും. ദൈവത്തിന് കൊണ്ടുവരാനൊക്കെ വളരെ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. എല്ലാവരെയും സമയത്തിന്റെ പൂർത്തീകരണത്തിൽ, സമയത്തിന്റെ തികവില്, എല്ലാവരുടെയും ചിന്തകളില്, അവരുടെ ജീവിതങ്ങളിൽ, അവരുടെ അധ്വാനങ്ങളിലെല്ലാം ദൈവത്തിന് കൊണ്ടുവരാനായിട്ട് നമ്മൾ ദൈവത്തെ ആരും ഉപദേശിക്കേണ്ട. ദൈവം സർവജ്ഞാനിയാണ്. ദൈവം എല്ലാവരുടെ ഹൃദയങ്ങളെ വ്യക്തമായി അളന്നു തൂക്കിയിട്ടാണ് ഓരോ ദിവസവും കടത്തിവിടുന്നത്. അപ്പൊ അതുകൊണ്ട് സമയം പോകുന്തോറും അവനവന്റെ അനുഗ്രഹവുമാണ് അതെ കട്ട് ചെയ്തു പോണത്. സമയം നഷ്ടപ്പെടുത്തി കളയും തോറും, ഞാനിവിടെ എൻ്റെ മോനോട് പറയാറുണ്ട്, നീ ദൈവത്തിന് എന്തോരം ആ ആഗ്രഹത്തോട് ദൈവത്തോട് ചേർന്നിരിക്കുന്നു. ഇപ്പൊ നീ ഒരു വർഷം കൊണ്ട് നീ രക്ഷപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീയും കൂടി അത് സഹകരിച്ചാൽ മാത്രമേ നിനക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്താണ്, 5 6 വർഷം നീ കിടന്ന് കഷ്ടപ്പെടും അല്ലെ? അതെ ഇത് അതെ തന്നെയാണ് എന്താ സംഭവിച്ചത്. ഈജിപ്തിൽ നിന്നും ദൈവം 4 വർഷം കൊണ്ട് കനാൻ ദേശത്ത് എത്തിക്കാനായിട്ടാണ് ദൈവത്തിന്റെ ഉദ്ദേശം ഉണ്ടായിരുന്നത്. എന്ത് അതെ സംഭവിച്ചു? മനുഷ്യർ നാൽപ്പത് സഹകരിച്ചില്ല. വർഷം അതെ മനുഷ്യരുടെ 40 ചിന്തകളിലും ബുദ്ധിയിലും അവരുടെ അഹങ്കാരം കാരണം ആ വർഷം 40 വർഷമായി നീണ്ടുപോയി. ആരുടെ ഉഴപ്പോ? ദൈവത്തിന്റെ ഉഴപ്പാണോ? ഇല്ല. എന്നിട്ട് ഇല്ല. അല്ലല്ല അവരുടെ ജീവിതത്തിൽ കുറവുകൾ വരുത്താതെ അവരെ വിളിച്ചു കൊണ്ടുവന്ന ദൈവം വിശ്വസ്തനായി അവരെ കൊണ്ടുപോകുന്നു. എന്നിട്ടും പിറുപിറുപ്പും മറുതലിപ്പുമായിരുന്നു അല്ലെ? അതെ അപ്പൊ ഇന്നും അതേ അവസ്ഥയിൽ തന്നെയാണ്
ഈ മനുഷ്യരുടെ നമ്മളെല്ലാവരും പല സമയങ്ങളിലും നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അപ്പൊ നമുക്ക് ദൈവസന്നിധിയിൽ മറിയത്തെ പോലെ എളിമപ്പെടാൻ നമുക്ക് സാധിക്കില്ല. പക്ഷേ അതിനെ കണ്ടുപഠിക്കാൻ, അതിനെ നമ്മുടെ എളിമപ്പെടുത്തുന്ന ഓരോ അവസരങ്ങളും നമ്മൾ കമ്പയർ ചെയ്യുന്നുണ്ട്. ദൈവത്തിന്റെ അമ്മയ്ക്ക്, ദൈവത്തിന്റെ മകൾക്ക്, ദൈവത്തിന്റെ മണവാട്ടിക്ക് ഇത്രമാത്രം ഇങ്ങനെയുള്ള ജീവിതങ്ങളിൽ കൂടി പോവാമെങ്കിൽ പാപിയും ഏറ്റവും ബലഹീനയുമായ നമ്മൾക്ക് ഈ ജീവിതം എത്രയോ അനുഗ്രഹമായിട്ട് ദൈവം തന്നതാണ് എന്നുള്ള ഓരോ സഹന ജീവിത യാത്രകളിലും കമ്പയർ ചെയ്ത് നമ്മളെ തന്നെ വിശുദ്ധീകരിച്ച് അവസാനം നമ്മുടെ നിത്യഭവനത്തിന്റെ അടുത്തെത്തുമ്പോഴേക്കും നമുക്ക് സ്വാതന്ത്ര്യത്തോടുകൂടെ, അവകാശത്തോടുകൂടെ ദൈവസന്നിധിയിൽ ഓടിച്ചാടി കയറാൻ സാധിക്കും, അല്ലെ? ഇല്ലെങ്കിൽ എന്ത് പറ്റും? അവിടെ ആളുണ്ട്, അങ്ങോട്ട് കയറി പോകാനായിട്ട് അനുവദിക്കണം. അല്ലാതെ ഒന്നും നമുക്ക് ഓടിച്ചാടി നമ്മുടെ കയ്യിൽ സ്വാധീനിക്കാനായിട്ട് ഉള്ളിലിരിക്കുന്ന ആള് നമ്മളെ സ്വാധീനിച്ച ആളാണെങ്കിൽ നമുക്ക് വാതിൽ തുറന്നു തരാൻ ആളുണ്ട്. ഇല്ലെങ്കിൽ എന്ത് പറ്റും? വാതിൽ തുറക്കാനും പറ്റില്ല. തുറക്കാനുള്ള ശ്രമം നമ്മളുടെ പരാജയത്തിലേക്ക് പോകും. അതുകൊണ്ട് നമ്മുടെ ജീവിതാനുഭവങ്ങളുടെ ഏറ്റവും ചെറുതും വലുതുമായ ഓരോ സങ്കടങ്ങളും വേദനകളും ദൈവഹിതത്തോട് ചേർത്ത് വെച്ച് വായിക്കാനുള്ള ഒരു ശ്രമം നമ്മൾ നടത്തിയാൽ മാത്രമേ, ആ അധ്വാനങ്ങളിൽ മാത്രമേ നമുക്ക് പിടിച്ചു നിൽക്കുവാനുള്ള അവസരങ്ങൾ നമുക്ക് ഉണ്ടാവും. ആ ഒരു തിരിച്ചറിവോടുകൂടെ ആയിരിക്കുവാൻ ഈശോയുടെ കരുണയിലേക്ക് നമ്മളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധപാപ്പയുടെ എല്ലാ നിയോഗങ്ങൾക്കും വേണ്ടി സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ, അങ്ങയുടെ രാജ്യം വരയണമേ.